കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് പരിഗണിക്കും. കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം നേരത്തെ നൽകിയ ഹർജിയും ഈ കൂട്ടത്തിൽ പരിഗണിക്കുന്നുണ്ട്. വിനീത വി ജി ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ, ഡൽഹിയിലെ തണുപ്പൊക്കെ എങ്ങനെയുണ്ട് വിനീത? സഹിക്കാൻ പറ്റുമോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു തണുപ്പൊക്കെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു അതിരൂക്ഷമായിട്ടുള്ള തണുപ്പും മൂടൽമഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ തണുപ്പിനൊരു നേരിയ ആശ്വാസമുണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ മൂടൽമഞ്ഞ് ഇങ്ങനെ പല മേഖലകളിലും ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത, ഈ 8ഓളം ട്രെയിൻ വൈകി ഓടുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് ചില വിമാന സർവീസുകളൊക്കെ തന്നെ ഈ കനത്ത ഫോഗ് കാരണം വൈകുന്നു എന്നൊരു വിവരം കൂടി ലഭ്യമായിരിക്കുകയാണ്. ഇനി എസ് കെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ഈ കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ 2024 ഓഗസ്റ്റ് 18 സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കേസാണ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഈ കേസ് പരിഗണിക്കുക. നേരത്തെ തന്നെ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ കൊൽക്കത്ത സർക്കാരിനെതിരെയൊക്കെ തന്നെ ചില വിമർശനങ്ങൾ കോടതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ തെളിവ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അത്തരം വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം നൽകിയിരിക്കുന്ന ഒരു ഹർജിയുണ്ട്. ഈ ഹർജി കൂടി ഇന്ന് പരിഗണനയ്ക്ക് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, കഴിഞ്ഞ ദിവസമാണ് സെഷൻസ് കോടതി ഈ കേസിലെ പ്രതിയായ സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം വിധിച്ചിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത വിജി.